നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൺഡേ നടക്കാൻ പോകുന്ന മാഞ്ചസ്റ്റർ ഡെർബിയെ കുറിച്ചാണ്. എത്തിഹാദിൽ വെച്ച് യുണൈറ്റഡും സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. രണ്ട് ടീമുകളും നല്ലൊരു പെർഫോമൻസ് പുറത്തെടുക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കറിയാം, സിറ്റിയും യുണൈറ്റഡും ഒരു മോശം ഫോമിലൂടെയാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ഒരു 10 മത്സരങ്ങൾ എല്ലാ കോമ്പറ്റീഷനിലുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 മാച്ചിൽ മാത്രമേ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പെപ്പാണെങ്കിൽ വട്ടളകി നടക്കുകയാണ്. കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ ഈ ഒരു ടീമിനെ ഫുള്ളി ബാക്ക് ചെയ്യുന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പെപ്പിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കെയിൽ വാക്കറിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വാക്കറിനെതിരെയുള്ള ഒരുപാട് സൈബർ അറ്റാക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും തന്റെ സ്പീഡ് കൊണ്ട് എതിരാളികളെ വിറപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രം വാക്കറിനുണ്ടായിരുന്നു. ഇപ്പൊ സ്പീഡും പോയി, പല ആളുകളും പുള്ളിയെ ഡ്രിബിൾ പാസ് ചെയ്ത് പോകുന്നു. ഫോമൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിപ്പായിട്ടുണ്ട്. റൈറ്റ് വിങ്ങിൽ വലിയൊരു പ്രശ്നത്തിലേക്കാണ് സിറ്റി പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നമുക്കറിയാം, റോഡ്രി പോയതിനു ശേഷം റീക്കോ ലൂയിസ് ആയാലും വാഡിയോൾ ആയാലും ഡിഫൻസിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ആവർത്തിക്കുന്നുണ്ട്. റൂബൻ ഡിയാസ് വന്നതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പുള്ളി എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാക്കറിനെ ഡബിൾ പാസ് ചെയ്യുന്നു, ഡിയാസ് പോയിട്ട് കവർ ചെയ്യുന്നു. വാഡിയോളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വരുന്നു, അവിടെ റൂബൻ ഡിയാസ് പോയിട്ട് സ്ലൈഡിങ് ടാക്കിൾ ചെയ്യുന്നു. ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ എഡേഴ്സന്റെ കാര്യം നമുക്കറിയാം. അലിസൺ ബെക്കറിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന പെർഫോമൻസുകൾ പലപ്പോഴും എഡേഴ്സൺ കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ പുള്ളി വളരെ ഷെയ്ക്കി ആയിട്ടുള്ള പെർഫോമൻസുകളാണ് പല മത്സരങ്ങളിലും പുറത്തെടുക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ ആയാലും, ബിൽഡിംഗ് ഫ്രം ദ ബാക്ക് ആയാലും, ഷോർട്ട് ഷോപ്പിംഗ് ആയാലും, ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പുള്ളിയുടെ സൈഡിൽ നിന്നും കാണുന്നുണ്ട്. ഓഫൻസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സവീഞ്ഞോ ആയാലും ഡോക്കു ആയാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് ആ സൈഡിൽ നിന്ന് വരുന്നില്ല. മിഡ്ഫീൽഡിന്റെ കാര്യം പറയാൻ വേണ്ട. പണ്ടൊക്കെ വളരെ വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള മിഡ്ഫീൽഡ് പെർഫോമൻസ് നമ്മൾ കാണാറുണ്ട്. കെവിൻ ഡിബ്രോയിൻ, ബെർണാർഡോ സിൽവ, ഗുണ്ടുവൻ ഇവരൊക്കെ ഒരു പിവറ്റൽ റോള് ആ ടീമിൽ വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവരെയൊക്കെ പെർഫോമൻസ് താഴോട്ട് പോയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ പെപ്പിന്റെ സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ യുണൈറ്റഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ EPL മാത്രം കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം, 2 തോൽവി, ഒരു സമനില എന്നിങ്ങനെയാണ് യുണൈറ്റഡ് നേടിയിട്ടുള്ളത്. ഇപ്പൊ അമോറിം വന്നതിന് ശേഷം ചില പോസിറ്റീവായിട്ടുള്ള മാറ്റമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രോപ്പർ സിസ്റ്റം കാണുന്നുണ്ട്. അറ്റാക്കിംഗ് വൈസ് ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. യങ്സ്റ്റേഴ്സിന് കളിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന 2 ചേഞ്ച് വിൻഡോകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലുമാണ്. പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ് പറയുകയാണെങ്കിൽ അമാദ് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. റാഷ്വുഡിനെ ഇപ്പോഴും നമ്പാൻ പറ്റില്ല. പുള്ളി ചില മത്സരങ്ങളിൽ കളിക്കും, ചില മത്സരങ്ങളിൽ കളിക്കുന്നില്ല. ഡിഫൻസ് ഇപ്പോഴും ഷെയ്ക്കാണ്. ഒനാനയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ മത്സരത്തിലെ പോലെ മിസ്റ്റേക്കുകളൊക്കെ സിറ്റിക്കെതിരെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗോൾ വാങ്ങി കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിറ്റി തിരിച്ചു വരാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോസിറ്റീവായിട്ടുള്ള കുറച്ച് പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒഫൻസീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോയ്ലാൻഡിന്റെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അമാദ് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ബ്രൂണോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചില മാച്ചിൽ പോസിറ്റീവായിട്ട് കളിക്കുന്നുണ്ട്, ചില മാച്ചിൽ മോശം പെർഫോമൻസ് ആണുള്ളത്. ഇപ്പോൾ യൂറോപ്പ് ലീഗിൽ പതുക്കെ ടോപ്പ് 8ലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും അമോറിം സ്പോർട്ടിങ്ങിനെ വെച്ച് 4-1 മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെ സിറ്റിയെ തോൽപ്പിക്കണം എന്നുള്ള നോഹോ പുള്ളിക്കറിയാം. പക്ഷേ ഈ ഒരു യുണൈറ്റഡ് ടീമിനെ വെച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 6 പ്രാവശ്യം സിറ്റിയും യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അത് ജയിച്ചിട്ടുള്ളത് സിറ്റി തന്നെയാണ്. 5 വിജയവും 1 പരാജയവും. ഇത് മാറ്റിമറിക്കേണ്ടത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
ഇപ്രാവശ്യം എത്തിഹാദിൽ ഒരു പോസിറ്റീവ് റിസൾട്ടുമായിട്ട് യുണൈറ്റഡ് മടങ്ങി വരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.